ഷാഹിദേ, ഈ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ? ഏത്? അതായത് 30 വയസ്സ് കഴിഞ്ഞും കല്യാണം കഴിക്കാത്ത ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കണമെന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ്. ഈ കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ പെൻഷൻ കൊടുത്താ എന്താ ഗവൺമെന്റിന് ബെനിഫിറ്റ് ഉള്ളത്? ഗവൺമെന്റിന് ബെനിഫിറ്റ് തന്നെയല്ലേ. ഇപ്പൊ എന്നെ പോലത്തെ ഒരാൾ കല്യാണം കഴിച്ചു കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും പെണ്ണ് പ്രഗ്നന്റ് ആവുമല്ലോ. പിന്നെ ഞാനെന്തായാലും സർക്കാർ ഹോസ്പിറ്റലിലേ പോവുള്ളൂ. അപ്പൊ അത് സർക്കാരിന് ചെലവാണ്, പ്രസവത്തിന്റെ ചെലവും കൂടി ചെലവാണ്. പിന്നെ 5000 എന്താ തരുമാനം? അതും വേണം. പിന്നെ അടുത്ത ചെലവ് ഇപ്പൊ കുട്ടീനൊരു സ്കൂളിൽ ഇപ്പൊ LKG മുതല് പിന്നെ അങ്ങോട്ട് ഇനി ഏതുവരെ പഠിക്കണം. ഇപ്പൊ എന്റെ കുട്ടിയൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആളാവും, പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ എന്തായാലും പിന്നെ ഇതൊക്കെ എഴുതിയിട്ടാണ് MBBS പിന്നെ അതൊക്കെ പാസ്സാവണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഗവൺമെന്റിന്റെ ചെലവിൽ തന്നെ ആവും. എന്റെ കുട്ടി ഫുള്ള് സർക്കാർ സ്കൂളിൽ LKG തൊട്ട് പഠിച്ച് അങ്ങനെ തന്നെ ആവും. ഡോക്ടറോ എഞ്ചിനീയറോ ആവുകയാണെങ്കിൽ ഗവൺമെന്റ് ചെലവ് തന്നെ ആവും. അത് തന്നെ ആവും. എൻട്രൻസ് ഒക്കെ പക്ക അത്യാവശ്യം വിവരം എന്തായാലും ഉണ്ടാവുമല്ലോ. മാഷാ അല്ലാഹ്. അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് മാത്രം അവിടെ സർക്കാരിന് ലാഭമാണ്. ഇനിയിപ്പോ പിന്നെ എന്തായാലും ഇപ്പോ കല്യാണം കഴിച്ച വീട് മാറണ്ടേ, അതും പിന്നെ എന്തൊരു ഭവന പദ്ധതി ഉണ്ടല്ലോ സർക്കാരിന്റെ ലൈഫ്. അതുവഴി നമ്മളതുവഴി എടുക്കുള്ളൂ. അപ്പൊ അവിടെയും സർക്കാരില്ല, പിന്നെ നമ്മള് നഷ്ടം വരുന്നില്ല. അപ്പൊ നമ്മളെ കാരണം ലാഭാ. പിന്നെ അപ്പൊ ശരിക്കിത് 30 വയസ്സായ ആൾക്കാർക്ക് കല്യാണം ചെയ്യാത്ത ആൾക്കാർക്ക് സർക്കാർ പെൻഷൻ കൊടുക്കണം. സർക്കാരിനാണ് ലാഭം. ബാക്കി മരം വെട്ടി മണ്ണ് വെട്ടി ഇതൊക്കെ പറഞ്ഞിട്ടേ വീട് വെക്കാൻ പ്രകൃതിക്ക് അതുണ്ട്. പ്രകൃതിയുടെ സംഭവം ഉണ്ട്, പ്രകൃതി സംരക്ഷണം ഉണ്ടായില്ല. ശരിക്കും ശരിക്കും അംഗീകരിക്കണ സർക്കാർ, ഞങ്ങളെ ഏറ്റെടുക്കണ സർക്കാർ. ശരിക്കും 30 വയസ്സ് കഴിഞ്ഞ പെണ്ണിട്ടാണ്ടിരിക്കുകയാണെങ്കിൽ സർക്കാർ ഏറ്റെടുക്കണം. കാരണം ജനസംഖ്യ നിയന്ത്രണത്തിന് ഗുണം ചെയ്യും. അങ്ങനെ ഗുണമുണ്ട്. പിന്നെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും പിന്നെ വീട് പ്രകൃതി ഇതിനൊക്കെ എല്ലാത്തിനും സംരക്ഷണമാണ്. നമ്മ സർക്കാർ ഞങ്ങൾ ഏറ്റെടുക്കണം. 30 വയസ്സായി പെണ്ണിട്ടാത്ത ആൾക്കാരെ സർക്കാർ ഏറ്റെടുക്കണം. അങ്ങനെയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിലേ ഈ 2-3 കെട്ടുന്ന ആൾക്കാർക്കില്ലേ ഓലേക്ക് പിഴ ഈടാക്കും വേണം. വേണം. എന്നാ ആ പൈസ വെച്ചിട്ട് 30 വയസ്സായി പെണ്ണിട്ടാത്ത ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കില്ല. അതൊരു ഐഡിയ.